നമസ്കാരം. ചിലരെ തിരുത്താൻ നാം എത്ര പരിശ്രമിച്ചാലും സാധിക്കുകയില്ല. അവർ എന്ത് ചിന്തിച്ചുവോ ആ വഴിക്ക് തന്നെ അവർ നീങ്ങും. പറഞ്ഞു വരുന്നത് കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ ഒരു മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ചാണ്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബദിയടുക്ക CI സുധീറും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടിച്ചെടുത്തത് 26 ഗ്രാം MDMA ആണ്. നീർച്ചാലിലെ ലൈഫ് ഹോം വീട്ടിലെ മുഹമ്മദ് റഹ്മാന്റെ മകൻ 31 വയസ്സുള്ള മുഹമ്മദ് ആസിഫും എരിയാൽ ആസാദ് നഗറിലെ മൊയ്തുവിന്റെ മകൻ 39 വയസ്സുള്ള മുഹമ്മദ് ഇക്ബാലുമാണ് 26 ഗ്രാം MDMA പോലീസിന്റെ പിടിയിലകപ്പെട്ടത്. CI സുധീറും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പ്രതിയെ പിടികൂടുമ്പോൾ ഇവർക്കുണ്ടായ ആത്മവിശ്വാസം എന്തിൻ്റെതാണ്? ഇവരുടെ ആത്മവിശ്വാസത്തിന്റെ ആംഗ്യം ആർക്ക് നേരെയായിരുന്നു? ആ ദൃശ്യങ്ങൾ കാണാം. ഇവനിങ്ങനെ ഈ മോട്ടി നടക്കുന്ന വീഡിയോ എടുക്കണം. തമാശല്ല. നാളെ പറയും പോലീസായിട്ട് കാല് വിളിച്ചാൽ കേൾക്കാൻ പറ്റില്ല. പിടികൂടിയ രണ്ടാമത്തെ പ്രതി ആസിഫിന്റെ ബന്ധു കൂടിയാണ്. ഒരു കുടുംബത്തിലെ 2 അംഗങ്ങളെയാണ് ഒരുമിച്ച് പോലീസ് പിടികൂടിയിരിക്കുന്നത്. തനിക്ക് നേരെ കോടതി എന്ത് ശിക്ഷാവിധികൾ നടപ്പിലാക്കിയാലും അതൊക്കെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നെ നന്നാക്കി കളയാമെന്നുള്ള ചിന്ത ഇവിടുത്തെ പോലീസിനും കോടതിക്കും വേണ്ട എന്നാണ് നേരത്തെ കാണിച്ച ആംഗ്യഭാഷയിലൂടെ ഇവർ പറയുന്നത്. ഞങ്ങൾ രാസലഹരി ഈ നാട്ടിൽ ഒഴുക്കുമെന്ന് തന്നെ ഇവർ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്, മയക്കുമരുന്നിനെതിരെ ഇതുപോലുള്ള പൊട്ടാസ് നിയമങ്ങൾ കൊണ്ടുവന്ന പ്രയോഗിച്ചത് കൊണ്ട് ഒരു മാറ്റവും ഈ സമൂഹത്തിൽ പ്രതീക്ഷിക്കരുത്. ശക്തമായ നിയമങ്ങൾ, പാഠം നൽകുന്ന നിയമങ്ങൾ അത് ഉണ്ടായാൽ മാത്രമേ ഈ സമൂഹത്തിൽ നിന്നും മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.